താമരശ്ശേരിയിൽ പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ അന്വേഷണം കർണാടകയിലേക്ക് വ്യാപിപ്പിക്കുന്നു. ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കർണാടകയിലെ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ എന്നാണ് സൂചന. വിവരങ്ങളുമായി റിയാസ് KM ചേരുന്നു. റിയാസ്, സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ ഈ തട്ടിക്കൊണ്ടുപോകലിന് പിന്നിൽ പ്രവർത്തിച്ചു എന്നാണോ ഇപ്പോൾ വ്യക്തമാകുന്നത്? എങ്ങനെയാണ് അന്വേഷണം വ്യാപിപ്പിക്കുന്നത്? ഫിജി, തീർച്ചയായും അത്തരമൊരു സാധ്യതകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. താമരശ്ശേരി പോലീസ് ഇതിന്റെ ഭാഗമായി കർണാടകയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, മുക്കത്തു നിന്നുള്ള ഒരു പോലീസ് സംഘം ഈ മഞ്ചേശ്വരത്തും ഇതിന്റെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ഇന്നലെ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയ ആളുകൾ സഞ്ചരിച്ചു എന്ന് കരുതപ്പെടുന്ന കാർ ചെർക്കളയിൽ നിന്നും, അതായത് കാസർഗോഡ് ചെർക്കളയിലെ കാർ ഷോറൂമിൽ നിന്നും പോലീസ് സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിന്ന് താമരശ്ശേരിയിലേക്ക് എത്തിക്കും. ആ ഒരു ചൂട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കർണാടകത്തിലേക്കാണ് എന്നൊരു വിവരം ലഭിച്ചത്. അതായത് കഴിഞ്ഞ ദിവസം രാത്രി 9 മണിയോടുകൂടിയാണ് കോഴിക്കോട് പരപ്പൻപൊയിലിൽ നിന്നും, താമരശ്ശേരിക്കടുത്തുള്ള പരപ്പൻപൊയിലിൽ നിന്നും വീട്ടുവരാന്തയിൽ ഭാര്യയ്ക്കൊപ്പം ഇരിക്കുകയായിരുന്ന ഷാഫിയെയും ഭാര്യ സനയെയും 4 അംഗ അക്രമി സംഘം കാറിലെത്തി തട്ടിക്കൊണ്ടുപോയത്. മുഖംമൂടി സംഘം ആയുധധാരികളായിരുന്നു. പിന്നീട് ഇവർ ഈ ഷാഫിയുടെ ഭാര്യ സനിയെ വഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു. അവർ ഈ സനിയെ ശാരീരികോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. പിന്നീടാണ് ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത്. അതിനുശേഷം ഈ സമയം വരെ ഷാഫിയുടെ വിവരം ഇല്ല. ഇത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടും പരസ്പരമുള്ള ഒരു കുടിപ്പകയുടെ തുടർച്ചയാണ് ഇത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംഘം പ്രധാനമായും ഷാഫിയെ തട്ടിക്കൊണ്ടുപോയത് കർണാടകയിലെ കേന്ദ്രത്തേക്കാണ് എന്നൊരു വിവരമാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം ഈ കർണാടക കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത്. പ്രധാനമായും കോഴിക്കോട് റൂറൽ SP കറുപ്പുസ്വാമിയുടെ നേതൃത്വത്തിലാണ് ഈ അന്വേഷണം പുരോഗമിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഷാഫിയെ കണ്ടെത്താനുള്ള ഒരു ഊർജിത ശ്രമത്തിലാണ് അന്വേഷണ സംഘമുള്ളത്. ഫിജി. ശരി റിയാസ്.